നമസ്കാരം. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു കോടതി ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ഗൗതം അദാനിക്കെതിരെയും മറ്റ് 7 പേർക്ക് എതിരെയും അങ്ങനെ മൊത്തം 8 പേർക്കെതിരെ അവിടെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അദാനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നതുമായുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മുടെ മീഡിയ ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള മീഡിയകളിലും ഇന്ന് വലിയ ഒരു പ്രാധാന്യത്തോടെ നൽകി വരുന്നുണ്ട്. നമുക്കറിയാം ഇത് നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം അദാനി ഗ്രൂപ്പിലെ പ്രമുഖ ഓഹരികളുടെ എല്ലാം വില താഴോട്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇന്ത്യൻ ഓഹരി വിപണി തന്നെ ആ വാർത്ത പുറന്നു വന്നതിനെ തുടർന്ന് ഇടിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ ഇതിനകം തന്നെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഈ കേസിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരുക എന്നുള്ളതും ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏതായാലും രാജ്യാന്തര തലത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇത് വിധേയമായി കഴിഞ്ഞു. അതിനെ തുടർന്ന് പല രാജ്യങ്ങളും അദാനിക്കെതിരെയുള്ള ഒരു അദാനിയുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്നോക്കം പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം അദാനിയുമായി ബന്ധപ്പെട്ട ഏർപ്പെട്ടിരുന്ന കരാറുകളിൽ നിന്നെല്ലാം പിൻവാങ്ങും എന്ന് അറിയിച്ചിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് കെനിയയാണ്. കെനിയയിൽ വലിയൊരു വിമാനത്താവളം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരാറിൽ അദാനി ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ വർഷം തന്നെ അവിടെ ആ പദ്ധതിക്കെതിരെ അവിടുത്തെ തൊഴിലാളികൾ ജീവനക്കാരടക്കം രംഗത്ത് വന്നു. വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊരുവിധം ചർച്ച നടത്തി അങ്ങനെ അത് അവിടെയുള്ള ആളുകൾക്ക് ജോലി നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല, അത് ഗവൺമെൻറ് അതിനെക്കുറിച്ച് ഗൗരവമായി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ ഈ വിമാനത്താവള പദ്ധതി പതുക്കെ മുമ്പോട്ട് പോയിരുന്നു. അപ്പോഴാണ് ഈ ന്യൂയോർക്കിലെ ഈ കോടതി കേസെടുത്തോടുകൂടി അവർ ഈ പദ്ധതിയിൽ നിന്ന് മൊത്തം അദാനിക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന പദ്ധതികളിൽ നിന്നെല്ലാം കെനിയ പിന്മാറുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്താണ് അദാനിയുടെ ഒരു വളർച്ചയുടെ പിന്നിലും അദാനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എടുക്കുന്ന നിലപാട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2029 കോടി രൂപ ഇവിടെ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി സൗരോർജ്ജ പദ്ധതികൾ ആരംഭിച്ച് അതിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അടക്കം വലിയ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കെല്ലാം 2029 കോടി രൂപ കൈക്കൂലി നൽകി എന്നുള്ളതാണ് അമേരിക്കയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി ഏതാണ്ട് $300 കോടി ഇങ്ങനെ ഈ പദ്ധതി ഗംഭീരമായൊരു പദ്ധതിയാണ്. 200 കോടി അകത്ത് ലാഭം നേടാൻ കഴിയും എന്നൊക്കെയുള്ള വലിയ പ്രചാരണം നടത്തി അമേരിക്കയിൽ നിന്നും $300 കോടി സമാഹരിച്ചു. അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്, നുണ പറഞ്ഞുകൊണ്ടാണ്, കാര്യങ്ങൾ സുതാര്യമല്ലാത്ത രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരെ വഞ്ചിക്കലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. 2023 ജനുവരി മാസത്തിൽ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ളൊരു സ്ഥാപനം ഈ അദാനിക്കെതിരെ ചില റിപ്പോർട്ടുകൾ കൊണ്ടുവന്നു. അതായത് അദാനിയുടെ ഓഹരികളെല്ലാം ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചില ഷെൽ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് 10-30ഓളം ഷെൽ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് അദാനിയുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള വിനോദ് അദാനിയുടെ നേതൃത്വത്തിൽ ദുബായിൽ ഇരുന്ന് ചില ഓപ്പറേഷൻസ് നടത്തുകയാണ്. അങ്ങനെ അദാനി ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് എന്നടക്കമുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് 2023 ജനുവരിയിൽ പുറത്തു വരികയുണ്ടായി. ഇതിനു മുമ്പ് തന്നെ 2017 കാർമിഷൽ ഖനി ഇടപാടിനെ സംബന്ധിച്ചുള്ളൊരു ആരോപണം പുറത്തു വരികയുണ്ടായി. പിന്നീട് 2022 ശ്രീലങ്കയിലെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും വന്നു. 2023 ധാരാവിയിൽ, മുംബൈയിലെ ധാരാവിയിൽ ഭൂമി ഏറ്റെടുത്ത് പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ചില ആരോപണങ്ങൾ വന്നു. അവിടെ പ്രക്ഷോഭങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ നമുക്കറിയാം ഹിൻഡൻബർഗ് തന്നെ അടുത്ത കാലത്ത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന മാധവിപുരി ബുച്ചിനെതിരെ ആരോപണം വന്നു. ആ മാധവിപുരി ബുച്ചുമായിട്ട് ഗൗതം അദാനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്.
ഗൗതം അദാനിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ. മാത്രവുമല്ല, സെബിയുടെ നിർണായകമായ യോഗങ്ങളിൽ പലതിലും ഈ ഗൗതം അദാനി പങ്കെടുക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ഹിൻഡൻബർഗ് പുറത്തുവിടുകയുണ്ട്. അതുപോലെ ജേർണലിസ്റ്റുകൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ ഒരു തരത്തിലും ക്ലച്ച് പിടിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. ഇപ്പോഴും നമുക്കറിയാം, മാധവി പുരിബുച്ച് സെബിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്ത്യക്കെതിരെയുള്ള റിപ്പോർട്ടാണ്, ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു നരേറ്റീവോടുകൂടിയാണ് BJP അതിനെ നേരിടുന്നത്. ഇങ്ങനെ ഈ ആക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഒരു നടപടിക്കും ഗവൺമെൻറ് തുനിഞ്ഞില്ല. അപ്പോഴെല്ലാം പറയുന്നതൊക്കെ വെറുതെ ഒരു ആരോപണങ്ങളാണ്, ഞങ്ങൾ ബേസ്ലെസ് ആരോപണങ്ങളാണ്. സ്ഥിരമായിട്ട് അദാനി ഗ്രൂപ്പ് ഇറക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ദി അലിഗേഷൻസ് ആർ ബേസ്ലെസ് ആൻഡ് വി വിൽ, ഞങ്ങൾ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതാണ് അവരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അലിഗേഷൻസ്, ആരോപണങ്ങളിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ പക്ഷേ എന്താണ് പറയുക? ഇപ്പോൾ ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒരു കോടതി, ഒരു അന്വേഷണ ഏജൻസി, അമേരിക്കയിലെ സെക്യൂരിറ്റീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഏജൻസി അന്വേഷിച്ച് വ്യക്തമായ തെളിവുകൾ സഹിതം, അതായത് അദാനിയുടെ മരുമകൻ സാഗർ അദാനി എന്ന് പറയുന്ന ആളുകളുടെ ചില രേഖകളും ഡിജിറ്റൽ രേഖകളടക്കം ഉള്ള തെളിവുകൾ സമർപ്പിച്ചുകൊണ്ടാണ് ഇത് കോടതിയിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ട് നേരിട്ടാണ് ഈ ഡീല്, ഈ കൈക്കൂലി കൊടുക്കുന്ന ഡീല് അദാനി ചർച്ച ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായ എവിഡൻസ് ഉണ്ട്. മറ്റൊക്കെ ഹിൻഡൻബർഗ് പറയുന്നതൊക്കെ ഇന്ത്യയെ തകർക്കാനുള്ള ആരോപണമാണ് എന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ മാധവി പുരിബുച്ചിനെതിരെ പറയുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള ആരോപണമാണ് എന്ന നെറേറ്റീവ് നമുക്ക് വിഴുങ്ങാം. പക്ഷേ ഈ കോടതിയിൽ വന്ന ഈ അന്വേഷണം നടത്തി വ്യക്തമായ തെളിവുകൾ സഹിതം അറസ്റ്റ് വാറണ്ട് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യത്തിൽ എന്താണ് പറയുക? അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആകെ മാറ്റിമറിച്ചൊരു സംഭവമാണ് 2014 BJPയുടെ വിജയം എന്ന് പറയുന്നത്. അതിനുശേഷം 2016 നോട്ട് നിരോധനം നടപ്പാക്കി അവർ ചെയ്തത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സാമ്പത്തികമായി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ തകർക്കുക എന്നുള്ള രീതിയിലേക്കാണ് ആ നടപടിയിലേക്ക് പോയത്. അതിനുശേഷം അദാനിയെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഏതാനും ചില, അംബാനി ഉൾപ്പെടെയുള്ള ഏതാനും ചില ആളുകളെ ശക്തമായി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ മാത്രം വളർത്തുന്ന ഒരു നിലയിലേക്ക് വന്നുകൊണ്ട് ഈ അഴിമതി എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന 2ാം UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ കേട്ടിരുന്ന കൽക്കരി കുംഭകോണം, അതുപോലെ തന്നെ 2G സ്പെക്ട്രം അഴിമതി പോലുള്ള കാര്യങ്ങളൊന്നും കേൾപ്പിക്കാതെ, പ്രത്യക്ഷത്തിൽ ഒരു അഴിമതിയുടെ ചിത്രവും വരാതെ ഈ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, അവർ BJPക്ക് വേണ്ടി ആവശ്യം പോലെ പണപ്പെട്ടി തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ബിസിനസ് നടത്തുന്നതിനും അവരുടെ എല്ലാ ഇടപാടുകൾക്കും വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുക്കുക, അവർക്ക് അനുകൂലമായി നിയമങ്ങൾ സൃഷ്ടിക്കുക, അവരെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത്. അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് മന്ത്രിസഭയിലെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ നേതാക്കന്മാർ നേരിട്ട് ആരില്ലെങ്കിലും പണം വാങ്ങിക്കുക എന്നതിന് പകരം കാശ് കൊടുക്കാനുള്ള ചില കമ്പനികളെ, ഇങ്ങനെ ഗ്രൂപ്പുകളെ, കോർപ്പറേറ്റുകളെ വളർത്തിക്കൊണ്ടുവരിക, അവർ മാത്രമായി ഡീല്, ആ ഡീല് അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമായ എല്ലാ ഫൈനാൻസും ചെയ്തു കൊടുക്കുക. അതിന് തിരിച്ച് ഈ മുതലാളിമാരെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു രീതിയാണ് ഇന്ത്യയിൽ ഇവർ നടപ്പാക്കിയത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അഴിമതിയെ തന്നെ ആ ഒരു പ്രത്യേക രീതിയിലേക്ക് അവർ മാറ്റിയാണ്. നേരത്തെ നമ്മളറിയാം, ഈ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ആ അഴിമതി വേറെ രീതിയിലൂടെ വെളുപ്പിക്കാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. പക്ഷെ ഇവിടെ ആരിൽ നിന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ കൈക്കൂലിയൊന്നും ഇവർ വാങ്ങിക്കുന്നില്ല. അങ്ങനെ വാങ്ങിക്കാതെ ഏതാനും ചില അതിസമ്പന്നരെ, കോർപ്പറേറ്റുകളെ വളർത്തിക്കൊണ്ട് വന്ന്, അംബാനി അദാനിയെ പോലുള്ള വളർത്തിക്കൊണ്ടുവന്ന് അവരിവരെ ഫൈനാൻസ് ചെയ്യുന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരിക, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സാമ്പത്തികമായ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് അവർക്ക് തകർക്കുക.
ഈ ഒരു രീതിയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദിയും അമിത്ഷയും BJPയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളും അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന അംബാനി അദാനിയൊക്കെ ഒരേ സംസ്ഥാനക്കാരാണ്, ഗുജറാത്തികളാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുള്ള ആളുകളിൽ അധികം പേരും ഗുജറാത്തികളാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആകെ ഒരാൾ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഈ ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള അതിസമ്പന്നരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സാമ്പത്തികമായി അവരുടെ പെട്ടിയിൽ നിന്ന് യഥേഷ്ടം പണമെടുത്ത് ചെലവഴിക്കുന്ന ഒരു രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്. അത് തീർച്ചയായിട്ടും ഒരു മാറ്റമാണ്. അതിന് അവരെ നമുക്ക് ഒരു പ്രത്യേക ഒരു സിദ്ധാന്തം, ഒരു വഴി വെട്ടി തുറക്കുകയാണ് ചെയ്തത്. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ സാമ്പത്തികമായി നിർവീര്യമാക്കുക, ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവരെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഈ അദാനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ടാണ് ഒരു കേസിലും അന്വേഷണമില്ല. ഒരു കാര്യം അദാനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം കൽക്കരി കുംഭകോണത്തെ സംബന്ധിച്ച് കൽക്കരി മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൽക്കരി കുറഞ്ഞ തുകയ്ക്ക് വാങ്ങിച്ച് അത് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് ഉയർത്തി കാണിച്ച് ഇവിടെ കൊണ്ടുവന്ന് വലിയ വില കാണിച്ച് ഈ താപവൈദ്യുതികൾക്ക് വലിയ വിലയ്ക്ക് കൽക്കരി വിറ്റുന്ന് 25,000 കോടി രൂപയൊക്കെ അതിൽ നിന്നുണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപ ഈ അദാനി അടിച്ചു മാറ്റുന്നു ഇന്ത്യക്കാരിൽ നിന്നും. അപ്പോൾ ഇതെല്ലാം കണ്ണടച്ച് ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് താലോലിച്ച് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുക, ഈ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറയുന്നത് എന്നെങ്കിലും ഇത് പൊട്ടാതിരിക്കാൻ കഴിയില്ല. ആ ഒരു പൊട്ടലിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ന്യൂയോർക്കിലെ കേസുമായി ബന്ധപ്പെട്ട് അദാനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോഴും അപ്പം തന്നെ ഇത് US കേസ് ബേസ്ലെസ് ആണ്, അദാനി ഗ്രൂപ്പിനെതിരെ ഉള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവും. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി അദാനിയെ ഈ മോദി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കേസിൽ നൂരിയെടുക്കാൻ പോകുന്നത്? അദാനി സാമ്രാജ്യത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അദാനിയുടെ ഊതിവീർപ്പിച്ച ബലൂൺ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുമോ? ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ കേസ്, ഈ ന്യൂയോർക്കിലെ കോടതി എടുത്തിരിക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് അദാനിയുടെ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അത് അസ്തമനത്തിലേക്കാണോ? അതുപോലെ തന്നെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഇന്ത്യയിൽ ദൈവതുല്യമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന ഈ മോദി എന്ന് പറയുന്ന നേതാവിൻ്റെ കാര്യത്തിലൊക്കെ ഭാവിയിലൊക്കെ വളരെ നിർണായകമായ ഒന്നാണ്. അപ്പോൾ അദാനിയുടെ സാമ്രാജ്യം തകരുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും മോഡിയുടെ സാമ്രാജ്യവും മോഡിയുടെ ഖ്യാതിയും മോഡിയുടെ ഇതൊക്കെ തകർന്നു പോകുന്നൊരു സ്ഥിതിയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ന്യൂയോർക്കിൽ എടുത്തിരിക്കുന്ന ഈ കൈക്കൂലി കേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ഭാവിയിൽ, അദാനിയുടെ മാത്രം ജീവിതത്തിലല്ല, അദാനിയുടെ സാമ്രാജ്യത്തിലല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ, ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നന്ദി, നമസ്കാരം.